ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കാലം ദൈവം നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം നമുക്ക് വായിക്കാം. 22-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവവുമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നോക്കിക്കേ, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ ആരുടെ അടുത്താണ് നാം നിൽക്കുന്നത്? നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് ആരെല്ലാം ഉണ്ട് എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പറയുന്നത് 22 മുതൽ വായിക്കുമ്പോൾ സിയോൻ പർവ്വതത്തിന് എന്നുവെച്ചാൽ സിയോനിലേക്കുള്ള യാത്രയിലാണ് നാം. ആ പർവ്വതത്തിനും പിന്നെ പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നാം വന്നിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ രക്തം നമ്മുടെ അടുത്തുണ്ട്, യേശു നമ്മുടെ അടുത്തുണ്ട്. പിന്നെ അവിടെ പറയുന്നത് സിദ്ധന്മാരുടെയും നീതിമാന്മാരുടെയും ആത്മാക്കൾ അവിടെ ഉണ്ട്. പിന്നെ പറയുന്നത് എല്ലാവരുടെയും ദൈവവുമായ ന്യായാധിപതിയായ ദൈവവും നമ്മുടെ പ്രാർത്ഥന സമയത്ത് നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ വേണ്ടി. നോക്കിക്കേ, അവിടെ നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നാം വിചാരിക്കും നാം തന്നെ ഉള്ളൂ എന്ന്. എന്നാൽ വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എത്ര വ്യക്തികളാണ് നമ്മെ വീക്ഷിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥന ആ ഇരിക്കുന്നവർക്ക് സന്തോഷം കൊടുക്കുന്നതായിരിക്കണം, നമ്മുടെ ദൈവത്തിന് സന്തോഷം കൊടുക്കുന്നതായിരിക്കണം, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്ന പ്രാർത്ഥനയായിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുവാനായി ഒരുക്കത്തോടുകൂടി നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. ആ ഒരുക്കം നമുക്കുണ്ടാകണമെങ്കിൽ നാം വീണ്ടും വണ്ണം പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നാം പ്രാർത്ഥിക്കുവാനായിട്ടിരിക്കണം. വെറുതെ വലതുമൊക്കെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അടുത്തിരുന്ന് കേൾക്കുന്ന ഒരു സംഘം ആൾക്കാർ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി നാം പ്രാർത്ഥിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ആരുടെ അടുത്താണ് നാം വന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി അടുത്ത് ചെല്ലണം എന്ന് ദൈവം തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വെറുതെ കുറച്ച് വായിട്ടടിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി ഒരുക്കത്തോടുകൂടി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവ് ദൈവത്തിനിഷ്ടമുള്ളത് നമ്മളിൽ കൂടി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആശിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വലിയ അനുഗ്രഹങ്ങളെ തരുവാനിടയായിത്തീരും. ന്യായാധിപതിയായ ദൈവം പോലും നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനാ സമയത്ത്. അതുകൊണ്ട് ദൈവസന്നിധി നമുക്ക് ഒരുക്കത്തോടുകൂടി കടന്നു ചെല്ലുവാൻ ഇടയായി തീരട്ടെ. ഈ വചനം അതിനു വേണ്ടി നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.